ഹായ് ഫ്രണ്ട്സ്, ഓണം അടുത്തു അല്ലേ? വളരെ അടുത്തായി ഓണം. നമുക്കൊരു ഇഞ്ചിക്കറി ഒന്ന് വയ്ക്കാം. ഞാൻ അതിന് വേണ്ടി 1/4 കിലോ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അതിനെ ചെത്തി കഴുകി 2-3 വെള്ളം കഴുകി വൃത്തിയാക്കി ഇതാ കട്ട് ചെയ്ത് വെച്ചു. അപ്പം ഞാൻ 2 പീസ് വെച്ചിരുന്നു. എങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തതെന്ന് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 2 പീസ് വെച്ചിരുന്നു. ഇതെങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തത്. കട്ട് ചെയ്തിട്ട് നടുക്ക് കൂടി ഒരു കട്ടും കൂടെ ഉണ്ട്, അതിനെ രണ്ടാക്കി ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇങ്ങനെ കട്ട് ചെയ്ത് ഇത് ഇച്ചിരി നാരുള്ള ഇഞ്ചിയാണ് കേട്ടോ, നാരുണ്ട് ഇതിന്. ഇങ്ങനെ കട്ട് ചെയ്തത് 1/4 കിലോ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്കിനി ഇതിനെ വറുത്ത് കോരണം. വെളിച്ചെണ്ണയിൽ തന്നെ വറുത്ത് കോരാം, അതിന് കുഴപ്പമില്ല. പിന്നെ ഇഞ്ചിക്കറി ഫൈനൽ വയ്ക്കുമ്പോൾ ഈ പൊടിയെല്ലാം മൂപ്പിച്ചൊക്കെ വയ്ക്കുമല്ലോ, വയ്ക്കുമ്പോൾ നമുക്ക് ഇതേ നല്ലെണ്ണ ഏത് നല്ലെണ്ണയായാലും അതിലൊഴിക്കാം. പക്ഷേ ഇപ്പം നമുക്ക് വെളിച്ചെണ്ണയിൽ ഇതിനെ ഒന്ന് വറുത്ത് കോരാം. ഇത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ ഈ 1/4 കിലോ ഇഞ്ചി കട്ട് ചെയ്തത് നമുക്കൊന്ന് വറുത്ത് കോരാം. നിങ്ങളൊക്കെ ഓണത്തിൻ്റെ ഓണം വന്നല്ലോ, അപ്പം അതിൻ്റെ ഉള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങി കാണുമല്ലേ? ഞാൻ എപ്പോഴാണ് ഇത് കടായി ഞാൻ നേരത്തെ വെച്ചതുകൊണ്ട് നല്ല ചൂടായി കടായി. അപ്പം എണ്ണ ഒഴിച്ചോണ്ട് തന്നെ ഇതാ എണ്ണയ്ക്ക് ചൂട് വന്നിട്ടുണ്ട്. ഞാൻ ഉള്ളപ്പോഴും പിക്കിളെല്ലാം നേരത്തെ അങ്ങ് വെച്ച് വെക്കും. അതിന് ഓണത്തിൻ്റെ തലേ ദിവസം അങ്ങനെ നിൽക്കില്ല, വളരെ നേരത്തെ അങ്ങ് പിക്കിൾ വയ്ക്കും. ഇതിനെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഇഞ്ചി നല്ലവണ്ണം മൂത്തിട്ടുണ്ട്, കറക്റ്റായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പം നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇങ്ങനെ കിലുകിലാ സൗണ്ട് കേൾക്കുന്നത് വരെ നമ്മൾ മൂപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് മിക്സിയിൽ വെച്ച് പൊടിച്ചെടുക്കാം. 2 വലിയ പച്ചമുളക്, തീരെ ചെറുതല്ല, 2 പച്ചമുളക് ഒന്ന് നമുക്ക് വശക്കിയെടുക്കാം. പച്ചമുളക് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ മുളക് പൊടി ഞാൻ ഇത് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ഫുൾ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്, നിറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ തന്നെയാണ്, പക്ഷേ കറക്റ്റായിട്ട് ആണ് എടുത്തിരിക്കുന്നത്. ഇല്ലാതെ അങ്ങനെ ഫുള്ളായിട്ട് എടുത്തില്ല, തല തട്ടി 1 ടേബിൾ സ്പൂൺ എന്ന് പറയാം, അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് ചൂടാകട്ടെ. ഈ പൊടികളെല്ലാം ഒന്ന് ചൂടാകുമ്പോൾ, പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇഞ്ചിക്കറിക്ക് ഉലുവാപ്പൊടിയും കായപ്പൊടിയൊന്നും അധികം ചേർക്കണം നല്ലതല്ല. എന്നാലും പിക്കിളല്ലേ, അതുകൊണ്ട് കുറച്ച്, അതായത് 1/4 ടീസ്പൂൺ എന്ന് പറയാം, അത്രയ്ക്ക് കായപ്പൊടി ചേർത്താൽ മതി. അതുപോലെ ഉലുവ നമുക്കിപ്പോൾ ചേർക്കണ്ട, പിന്നെ ചേർക്കാം. അപ്പം ഇതൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി പിഴിഞ്ഞു വച്ചിരിക്കുന്ന പുളി, ഒരു നാരങ്ങ വലിപ്പം, ഒരു ചെറിയ ഇടത്തരം നാരങ്ങ, വലിയ നാരങ്ങയല്ല, വലിപ്പത്തിൽ പുളി ചെറു ചൂട് വെള്ളത്തിലിട്ട് ഞാനിതാ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യത്തിന്, അത്രയും ചിലപ്പോൾ ഒഴിക്കേണ്ടി വരില്ല, ചിലപ്പോൾ പുളിയുടെ പുളിപ്പനുസരിച്ചിരിക്കും. തൽക്കാലം നമുക്ക് ഇത്രയും ഒഴിക്കാം. ഇത് ഒഴിച്ചിട്ട് ഇത് പുളിയിൽ കിടന്ന് ഒന്ന് തിളക്കട്ടെ. പുളിവെള്ളം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. പുളിവെള്ളം തിളയ്ക്കുമ്പോഴാണ് ഈ ഇഞ്ചി പൊടിച്ച് വെച്ചത് ഇടാൻ. ഈ ഇഞ്ചി പൊടിച്ചപ്പോൾ കൂട്ടത്തിൽ ഞാൻ പച്ചരി കുറച്ചെടുത്ത് ഇതുപോലെ വറുത്ത്, ഇതെനിക്ക് വേറെ ആവശ്യത്തിന് മാറ്റി വെച്ചതാണ്. ഇതുപോലെ വറുത്തിട്ട് ഈ ഇഞ്ചി പൊടിച്ചപ്പോൾ ആ കൂട്ടത്തിലിട്ട് പൊടിച്ചു. അങ്ങനെ ഇഞ്ചി ഇതിലൂടെ ഇട്ട് പൊടിച്ചിട്ടുണ്ട്. പച്ചരി കറുത്ത് കുറച്ച് പൊടിച്ചാൽ ഇഞ്ചി ഇപ്പോൾ നമ്മൾ തിളപ്പിച്ച് ഇറക്കുമ്പോൾ വെള്ളം പോലെ ഇറക്കി വെക്കും. തണുക്കുമ്പോൾ കറക്റ്റ് ഇലയിൽ വിളമ്പാൻ പാകത്തിന് കറക്റ്റായിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് പച്ചരി ഇങ്ങനെ വറുത്ത് പൊടിച്ച് ചേർക്കുന്നത്. അത് ഈ സമയം തന്നെ നമ്മൾ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഉലുവ വളരെ കുറച്ച്, ധാരാളം ഉലുവ കൂടിയാൽ ഇഞ്ചിക്കറിയുടെ യഥാർത്ഥ ശരിക്കുള്ള ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് ഉലുവയും കായവും പേരിന് കുറച്ച് ചേർത്താൽ മതി, ഉലുവയും കായവും. പിന്നെ ഈ സമയം തന്നെയാണ് ശർക്കരയുടെ പൊടി, ഇവിടെ ശർക്കര പൊടിയായിട്ട് മേടിക്കാൻ കിട്ടി. അതുകൊണ്ട് ശർക്കരപ്പൊടി ഞാൻ എടുത്തത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്, കറക്റ്റായിട്ടുണ്ട് ഇഞ്ചിക്കറി. ഇതിന് തണുത്ത് വരുമ്പോൾ ഇലയിൽ വിളമ്പാൻ കറക്റ്റായിരിക്കും, കുറുകും, കുറച്ചും കൂടി ഒന്ന് കുറുകും, ഇതൊന്ന് കുറുകും. ഇനി കടുവറുക്കാം. നമുക്ക് കടുവറുക്കാം. ഇതിനെ ഒന്ന് താളിച്ചിടാം.
കഴിഞ്ഞു പരിപാടി. നമുക്കൊന്നിതിനെ ഒന്ന് താളിച്ചിടാം. ഇപ്പൊ തന്നെ കണ്ടോ ഇഞ്ചി ഇഞ്ചിക്കറി കുറുകിയത് കണ്ടോ? കടുവറുക്കുന്ന സമയം കൊണ്ട് തന്നെ അത് കുറുകിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി, ഓണത്തിനുള്ള ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് ഇഞ്ചിക്കറി. എല്ലാവരും നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഈ ഓണത്തിന് എൻ്റെ ഇഞ്ചിക്കറി എല്ലാവരും വെച്ച് നോക്കണം കേട്ടോ. ബൈ.